ലെല്ല പബ്ലിക്കേഷൻസ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് എടമുട്ടം പാലപ്പെട്ടി സരസ്വതി വിലാസം UP സ്കൂളിലെ പ്രധാനാധ്യാപിക KM മഹിജയ്ക്ക് സമ്മാനിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുൻ നാട്ടിക MLA ഗീതാ ഗോപി അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ ചുമതലയും ദേശീയയുടെ ചുമതലയൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ ഒഴിവാക്കി തരുന്ന ബാബുവിനെ പറ്റില്ല. മോള് തന്നെ എന്ന് പറഞ്ഞാൽ പാടില്ല. ഒരു ജനാധിപത്യത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് നാടിന്റെ നന്മയ്ക്ക് നിലകൊള്ളുന്ന സാഹിത്യ സാമൂഹ്യ മേഖലകളിലെല്ലാം തന്നെ മണപ്പുറത്തിന്റെ യശസ് ഉയർത്തിപ്പിടിച്ച ഒരു കലാകാരനും കഥാകൃത്തും തന്നെയാണ് ബാപ്പുക്ക എന്ന് പറയുന്ന ബാപ്പു. ലെല്ല പബ്ലിക്കേഷൻ ഡയറക്ടർ ബാപ്പു വലപ്പാട് അധ്യക്ഷത വഹിച്ചു. എന്നെ സംബന്ധിച്ച് വിദ്യാഭ്യാസ അവാർഡ് 4ാമത്തെ അവാർഡാണിത്. ഈ അവാർഡ് കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെതായ ലക്ഷ്യമുണ്ട്. ഞാൻ കൂടുതലും കുട്ടികളായിട്ട് അധ്യാപകരായിട്ട് അടുത്തുകൊണ്ട് ഇരിക്കുന്ന വ്യക്തിയാണ്. അവരുമായി നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുകയും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് നേടാൻ കഴിയാതിരുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇപ്പോഴുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, വായനയിലൂടെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെ ആ ശ്രദ്ധ എന്നെ നടത്തിക്കൊണ്ടപ്പോഴാണ് ഈ ഒരു തീരുമാനവുമായി ഞാൻ രംഗത്തിറങ്ങിയത്. നോവലിസ്റ്റും കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമായ സുരേന്ദ്രൻ മങ്ങാട്ട് അവാർഡ് സമർപ്പണം നടത്തി. ആ കാലഘട്ടത്തിൽ ജീവിത സാഹചര്യം കൊണ്ട് തനിക്ക് കഴിയാതെ പോയ കുറെ കാര്യങ്ങൾ തനിക്കന്ന് നേടാൻ കഴിഞ്ഞില്ല, പഠിച്ചു വീഴാൻ കഴിഞ്ഞില്ല, അതായത് പഠിക്കാനുള്ള സാഹചര്യം, ഭൗതികമായ സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ അത്തരം ആ വേദനാത്മകമായ അതായത് മനസ്സിലുണ്ടാകുന്ന നൊമ്പരങ്ങളെ അടക്കി പിടിക്കാൻ വേണ്ടി ബാപ്പുക്ക സമൂഹത്തിൽ ചെയ്യുന്നൊരു സേവനമാണ് ഇത്തരം നല്ല രീതിയിലുള്ള അധ്യാപന, അതല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സ്കൂള് നല്ല രീതിയിൽ കൊണ്ടുപോവുക, സ്കൂൾ പഠനം നല്ല രീതിയിൽ കൊണ്ടുപോവുക, അതായത് കുട്ടികളുമായിട്ടുള്ള നല്ലൊരു സംവേദനം അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാവുക, നല്ല ശിക്ഷണ രീതികൾ, കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നല്ല നല്ല പുതിയ നവീനമായ രീതികൾ കൊണ്ടുവരുന്ന അധ്യാപകന്മാർ, അവർ നല്ലപോലെ വായിക്കുന്ന കുട്ടികൾ, ആൺകുട്ടിയായും പെൺകുട്ടിയായും നല്ല രീതിയിൽ വായിക്കുന്ന കുട്ടികൾ, അങ്ങനെ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അധ്യാപനമായിട്ട് ബന്ധപ്പെട്ട്, വായനയായിട്ട് ബന്ധപ്പെട്ട്, എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അധ്യാപകർക്കും കുട്ടികൾക്കും ഉൾപ്പെടെയുള്ള ഇതിൽ നിന്നാണ്, ആ പട്ടികയിൽ നിന്നാണ് ബാപ്പുക്ക ഓരോരുത്തരെ തിരഞ്ഞെടുക്കാറുള്ളത്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ പ്രശസ്തി പത്രം സമ്മാനിച്ചു. ടീച്ചർമാർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് കൊച്ചുകുട്ടികളെ അവരെ ട്രെയിൻ ചെയ്ത് അവർ നാളത്തെ പൗരന്മാരായി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ല ശീലങ്ങൾ വളർത്തി വലുതാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയത്നമുള്ളൊരു കാര്യമാണ്. അത് നമ്മുടെ ടീച്ചർമാർക്ക് മാത്രമേ അത് കഴിയൂ. അവരാണ് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് എടുക്കേണ്ടത്. മാത്രമല്ല കൂടുതൽ സമയം അവർ സ്കൂളുകളിലാണ് കുട്ടികൾ ചെലവഴിക്കാറ്. അപ്പോൾ വളരെയധികം അവരുടെ സ്വഭാവ രൂപവൽക്കരണത്തിലും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ടീച്ചർമാർക്ക് വളരെ വലിയ പങ്കാണ് വഹിക്കാനുള്ളത്. അൽ-അമീൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് RI സക്കറിയ ഉപഹാരം നൽകി. സംസ്ഥാന PTA മാതൃകാധ്യാപക അവാർഡ് ജേതാവ് മൂസിൻ പാടൂർ, വാടാനപ്പള്ളി ദാറുൽ അമാൻ അക്കാദമി ചെയർമാൻ AA ജാഫർ, സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, സ്കൂൾ മാനേജർ CP ശാന്തകുമാരി, ഉമ്മർ പഴുവിൽ, ആസിയ അബ്ദുൽ മജീദ്, NA അനുരാഗ്, റൌഫ് ചേറ്റുവ എന്നിവർ സംസാരിച്ചു. ആഘോഷവേളകളിൽ സ്വർണ്ണത്തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന തൃപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി. ഏറ്റവും പുതിയ മോഡലുകൾ, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു. കേരള, കൽക്കട്ട, സിംഗപ്പൂർ, അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം. സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജ്വല്ലറി, NH17 റോഡ്, തൃപ്രയാർ. You're watching True Line News.